ഇനി നമുക്കൊന്ന് സമസ്തയിലെ വാർത്തയിലേക്കൊന്ന് പോയി വരാം. സമസ്തയിലെ വിഭാഗീയതയിലും സമസ്ത ലീഗ് തർക്കത്തിലും മഞ്ഞുരുകുന്നു എന്നാണ് ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് സംഘടിപ്പിക്കുന്ന സ്നേഹ സദസ്സിൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളും പങ്കെടുത്തേക്കും. സമസ്തയുമായി അനുരഞ്ജന ചർച്ചകൾ നടന്നാൽ മുസ്ലിം ലീഗ് സുപ്രഭാതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കും. സുപ്രഭാതത്തിന്റെ നയംമാറ്റം ആരോപിച്ച് ബഹാവുദ്ദീൻ നദ്വിയുടെ അധികാരം ഉറപ്പുവരുത്താനും ലീഗ് ശ്രമിക്കുകയും ചെയ്യും. വിവരങ്ങളുമായി അഷ്കർ അലിയും AK അഭിലാഷും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അഷ്കറിലേക്ക് പോകുന്നു. അഷ്കർ, മഞ്ഞുരുകുന്നു എന്ന സൂചനയാണ് ലഭ്യമാവുന്നത്. സ്നേഹ സദസ്സ് വരുന്നു. ആ സ്നേഹ സദസ്സിൽ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുക്കുന്നു. ഏറെക്കാലമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരുപക്ഷെ മഞ്ഞുരുകി രമ്യതയിൽ പരിഹരിക്കാൻ ഈ സ്നേഹ സദസ്സ് വഴിയൊരുക്കുമോ? അഷ്കർ, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. വലിയ തോതിലൊരു വിഭാഗീയതയ്ക്കാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സമസ്ത സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ അത് സമസ്ത നേതൃത്വത്തെ അടക്കം പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ സമസ്തയുടെ വിഭാഗീയതയ്ക്ക് പുറമെ സമസ്ത ലീഗ് തർക്കവും വലിയ തോതിൽ ഇരു സംഘടനകളെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ വിഭാഗീയ പ്രവർത്തനം രൂക്ഷമായ സാഹചര്യത്തിൽ ഇനിയൊരു പിളർപ്പിന് കൂടി അത് താങ്ങാനുള്ള ശക്തി കൂടി സമുദായത്തിലില്ല, അല്ലെങ്കിൽ സംഘടനയ്ക്കില്ല എന്നുള്ളൊരു വികാരം സമസ്തയ്ക്കകത്തു വരുന്നത്. പ്രത്യേകിച്ച് 1989 അവസാനം സമസ്ത രണ്ടായി പിളരുന്നത്. AP, EK വിഭാഗങ്ങളെ ഇപ്പോഴും ഈ രണ്ട് സംഘടനകളും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ ലീഗ് അനുകൂല ചേരിയും ലീഗ് വിരുദ്ധ ചേരിയും സമസ്ത തന്നെ രണ്ട് തട്ടിലായതോടെ അത്തരം പിളർപ്പിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ മറികടന്നുകൊണ്ട് ഇല്ലെങ്കിൽ അനുരഞ്ജനത്തിൻ്റെ നീക്കങ്ങൾ ഇപ്പോൾ സജീവമാകുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ വർഷം 14 ജില്ലകളിലുമായി ഒരു സ്നേഹ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ വാർഷികമെന്നോണമാണ് ഇന്ന് കോഴിക്കോട് ഈ സ്നേഹ സദസ്സ് സംഘടിപ്പിക്കുന്നത്. ഇതിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തന്നെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ വേദിയിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ അദ്ദേഹം അത് പങ്കെടുക്കുകയാണെങ്കിൽ അത് ഈ അനുരഞ്ജന ചർച്ചകൾക്കുള്ള ഇല്ലെങ്കിൽ കൃത്യമായ അണികൾക്കും കീഴ്സംഘടനകൾക്കുമുള്ള ഒരു മെസ്സേജ് ആയിക്കൊണ്ടായിരിക്കും ആ ഒരു പങ്കാളിത്തം എന്നുള്ളതാണ് പ്രത്യേകം പരാമർശിക്കേണ്ട കാര്യം. മാത്രമല്ല, നേരത്തെ പലതവണ ഇത്തരത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടന്നിരുന്നെങ്കിൽ പോലും പ്രത്യേകിച്ച് ഗൾഫ് എഡിഷൻ ലോഞ്ചിങ്ങിന് തൊട്ട് മുമ്പായി, സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ ലോഞ്ചിങ്ങിന് മുമ്പായി ചില ചർച്ചകൾ നടന്നെങ്കിൽ പോലും ഒന്നും വിജയിച്ചിരുന്നില്ല. ചില KMCC നേതാക്കളെ ഇടപെടുത്തിക്കൊണ്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങളും നടത്തിയിരുന്നു, പക്ഷേ അതും വിജയിച്ചിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെയും ഇന്നുമൊക്കെ നടക്കുന്ന ചില സംസാരങ്ങൾ, ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ പോലും നടക്കുന്ന സംസാരങ്ങൾ ഇത്തരം അനുരഞ്ജനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നുള്ള ആവശ്യമാണ് ഇരു വിഭാഗം നേതൃത്വം പങ്കുവയ്ക്കുന്നത്. സ്വാഭാവികമായും ഒരു അനുരഞ്ജനത്തിലേക്കും മഞ്ഞുരുക്കത്തിലേക്കും ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം, ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസകരമാണ്. ഇല്ലെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇല്ലെങ്കിൽ പ്രശ്നം ഇത്തരത്തിൽ സങ്കീർണമായി പോകുന്നത് രണ്ട് വിഭാഗങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലും ഇരു നേതൃത്വത്തിനുമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ അനുരഞ്ജന നീക്കങ്ങളും മധ്യസ്ഥ ചർച്ചകളും ആരംഭിച്ചിരിക്കുന്നത്. അഷ്കർ, ഞാൻ AK അഭിലാഷിലൂടെ പോരും. AK അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഇതിൽ ഈ ബഹാവുദ്ദീൻ നദ്വിയുടെ ഒക്കെ അധികാരം ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലീഗ് നേതൃത്വം. ഇത് സുപ്രഭാതത്തിന്റെ നയമാറ്റമൊക്കെ ആരോപിച്ചത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ അനുരഞ്ജന ചർച്ച എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ കാണാം. രമ്യമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നു, മഞ്ഞുരുകുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭിലാഷ്? തീർച്ചയായിട്ടും. പക്ഷേ സുപ്രഭാതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് സുപ്രഭാതം തങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ്. ഈ കാര്യം സമസ്തയോട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമസ്തയുമായി ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇപ്പോഴും നിലവിലില്ല എന്നുള്ളതാണ്. ഏതായാലും അനുരഞ്ജന നീക്കങ്ങളോട് മുസ്ലിം ലീഗ് പോസിറ്റീവായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ സുപ്രഭാതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു പരിഹാരം വേണം എന്നുള്ള കാര്യം തന്നെയായിരിക്കും ലീഗിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ അനുരഞ്ജന നീക്കങ്ങൾ നടക്കുമ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് സുപ്രഭാതവുമായി ബന്ധപ്പെട്ട് 40 അംഗ ഡയറക്ടർ ബോർഡുണ്ട്. ആ 3 മാസം കൂടുമ്പോൾ ഇത്തരത്തിലുള്ള ഡയറക്ടർ ബോർഡ് വിളിച്ചു ചേർക്കേണ്ടത്. പക്ഷേ ആ ഡയറക്ടർ ബോർഡ് കഴിഞ്ഞ 10 മാസമായിട്ടും വിളിച്ചു ചേർത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. പ്രത്യേകമായും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ CPM-ന്റെ ഇടതുപക്ഷത്തിനെയൊക്കെ പരസ്യം വരുന്ന ഒരു സാഹചര്യം അത് ലീഗിനെയും UDF-നെയും ഒക്കെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇത് വലിയ തരത്തിലുള്ള പ്രശ്നം തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് കമ്മിറ്റിയുണ്ട്. ഈ മാനേജ് കമ്മിറ്റിയിൽ ലീഗ് അനുകൂലികളുണ്ട്. പക്ഷേ ലീഗ് അനുകൂലികൾക്ക് അസൗകര്യമുള്ള ദിവസങ്ങളാണ് ഇത്തരത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നത് ഉള്ളതുകൊണ്ട് ആ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 4 പേരടങ്ങിയ ഒരു സംഘമാണ് സമസ്ത ഈ സുപ്രഭാതത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ലീഗ് വിരുദ്ധരാണ് എന്നുള്ള അഭിപ്രായമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലൊക്കെ ഒരു സമവായം ഉണ്ടാവണം. തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകണം. അതോടൊപ്പം തന്നെ ബഹാവുദ്ദീൻ നദ്വിക്ക്, എഡിറ്ററായ ബഹാവുദ്ദീൻ നദ്വിക്ക് അദ്ദേഹത്തിന്റെ അധികാരം നിലനിർത്താൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണം. അദ്ദേഹത്തെ ഇപ്പോൾ റബ്ബർ സ്റ്റാമ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സുപ്രഭാതത്തിൽ നടക്കുന്നത് എന്നുള്ള ആരോപണം ലീഗിന്റെ ഭാഗത്ത് ഈ ഘട്ടത്തിൽ ഉയർന്നു.